സംസ്ഥാനത്ത് റെക്കോർഡ് നിയമനവുമായി ചരിത്രം കുറിച്ച് PSC. കഴിഞ്ഞ 24 മണിക്കൂറിൽ മാത്രം നടത്തിയത് 1200 നിയമനങ്ങൾ. ലാസ്റ്റ് ഗ്രേഡ് റാങ്ക് പട്ടികയിലെ അവസാന ഒഴിവിൽ നിയമനം നൽകിയത് രാത്രി 11:59. കമലേഷ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. കമലേഷ്, ഒരു ഒഴിവ് പോലും ഈ റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവർക്ക് കിട്ടാതിരിക്കരുത് എന്നുള്ള നിർബന്ധ ബുദ്ധി PSC സ്വീകരിക്കുന്നു, ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ സ്വീകരിക്കുന്നു. രാത്രി 11:59 ഉറക്കമുളച്ചിരുന്ന് ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുക. എത്ര കൃത്യമായി ഈ പറയുന്ന നമ്മുടെ PSC റാങ്ക് ഹോൾഡേഴ്സിനോട് വളരെ ആത്മാർത്ഥമായി നമ്മുടെ PSCയും അതുപോലെ തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുകളും ഇടപെടുകയാണ്. എന്തൊക്കെയാണ് ഈ PSC നിയമനത്തിൻ്റെ വിശദാംശങ്ങൾ? ഷമി, തീർച്ചയായും സർക്കാരിന്റെ ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള അല്ലെങ്കിൽ ഏറ്റവും കരുതലോട് കൂടിയുള്ള ഒരു ഇടപെടലാണ് എന്ന് ഇത് പറയേണ്ടി വരും. തീർച്ചയായും മന്ത്രിമാരുടെ പ്രത്യേക നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു സ്പെഷ്യൽ ഡ്രൈവ് നടത്തി ഈ നിലയിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. ഈ വ്യാഴാഴ്ച അർദ്ധരാത്രിയോടുകൂടിയായിരുന്നു നിലവിലെ റാങ്ക് ലിസ്റ്റിന്റെ, ഈ ലാസ്റ്റ് ഗ്രേഡ് സർവൻസിന്റെ നിലവിലെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി പൂർത്തിയാകുന്ന സമയം ഈ വ്യാഴാഴ്ച അർദ്ധരാത്രിയോടുകൂടിയായിരുന്നു. അന്നേ ദിവസം ആ ദിവസം കഴിയുന്നതിന് മുൻപ്, അതായത് ആ അവസാനത്തെ മിനിറ്റ് കഴിയുന്നതിന് മുൻപ് ഏതൊക്കെ വകുപ്പുകളിൽ എത്രയൊക്കെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യും എന്നതുൾപ്പെടെ പരിശോധിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയ ഉദ്യോഗസ്ഥരടക്കം മടങ്ങി ഓഫീസിൽ എത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു സ്പെഷ്യൽ ഡ്രൈവ് നടത്തിയിട്ടുള്ളത്. ഷമി സൂചിപ്പിച്ചതുപോലെ തന്നെ അവസാനത്തെ ഒഴിവ് കൂടി അവർ റിപ്പോർട്ട് ചെയ്യുന്നത് രാത്രി 11:49 കൂടിയാണ്. അതുകൂടി റിപ്പോർട്ട് ചെയ്ത പ്രകാരം ഏതാണ്ട് 12,000-ഓളം ഒഴിവുകളാണ് ഈ നിലയിൽ ഒരു ദിവസം കൊണ്ട്, അതായത് 24 മണിക്കൂർ കൊണ്ട് മാത്രം, അതായത് ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി പൂർത്തിയാകുന്ന 24 മണിക്കൂർ ഒരു ദിവസം, ആ ദിവസത്തിലെ ഒരു ദിവസം കൊണ്ട് മാത്രം റിപ്പോർട്ട് ചെയ്യിപ്പിച്ച ഒഴിവുകൾ 12,000 എന്നുള്ളത് ചെറിയ കാര്യമല്ല, അതൊരു ചരിത്രം തന്നെയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതോടൊപ്പം തന്നെ ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ഉൾപ്പെടെ മന്ത്രി MB രാജേഷിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഈ നിലയിൽ ഒരു ഇടപെടൽ നടത്തി. കാസർഗോഡ് ജില്ലയിലാണ് അത്തരത്തിൽ ഉദ്യോഗസ്ഥരുൾപ്പെടെ രാത്രി ഏറെ വൈകിയും ഓഫീസിൽ വന്നിരുന്നു കൊണ്ട് ഇത്തരത്തിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യിപ്പിക്കുന്ന ഒരു നിലയുണ്ടായിട്ടുള്ളത്. അതായത് ഏറ്റവും അവസാനത്തെ ഉൾപ്പെടെ, അതായത് ഈ റാങ്ക് ലിസ്റ്റ് തീരാൻ അവശേഷിക്കുന്ന മണിക്കൂറുകളിലെ ഏറ്റവും അവസാനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒഴിവുകൾ പോലും കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പരമാവധി ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ ലഭ്യമാക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് സർക്കാരിന്റെ മുന്നിൽ ഉണ്ടായിരുന്നത്. ആ നിലയിൽ തന്നെയാണ് സർക്കാർ ഇടപെടൽ നടത്തുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതിൽ ഈ കഴിഞ്ഞ തവണ, അതായത് ഈ പിണറായി സർക്കാർ, അതായത് 2016 LDF സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ഇങ്ങോട്ട് വലിയ നിലവിലാണ് PSC നിയമനങ്ങൾ സംസ്ഥാനത്ത് നടന്നിട്ടുള്ളത്. ഇതിന്റെ ആകെ കണക്കുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ 2,87,995 PSC നിയമനങ്ങൾ ഈ കാലയളവിൽ, അതായത് ആദ്യത്തെ പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാർ ഈ സമയം വരെ എത്തുമ്പോൾ ഇത്രയും നിയമനങ്ങൾ PSC വഴി സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ കേരള PSC നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും വലിയ ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ വർഷം മാത്രം ഏതാണ്ട് 34,194 നിയമനങ്ങളാണ് PSC വഴി നടത്തിയിട്ടുള്ളത്. ഈ വർഷം ഇതുവരെ, അതായത് ജൂലൈ മാസം പൂർത്തിയാകുന്നതോടുകൂടി ഇതുവരെയുള്ള, അതായത് 2025 ഇതുവരെയുള്ള കണക്ക് പ്രകാരം ഏതാണ്ട് 19,000-ഓളം നിയമനങ്ങൾ സർക്കാർ ഈ കേരള PSC വഴി നടത്തി കഴിഞ്ഞു എന്നുള്ളതാണ്. ആ നിലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത് എന്ന് മാത്രമല്ല, UPSCയുടെ കണക്കുകൾ പ്രകാരം രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ PSC നിയമനങ്ങൾ നടത്തുന്ന സംസ്ഥാനം കൂടിയാണ് കേരളം എന്നത് കേരളത്തിന് ഏറെ അഭിമാനിക്കാവുന്ന, കേരളത്തിന്റെ യുവതയ്ക്ക് ഏറെ അഭിമാനിക്കാവുന്ന, ഏറെ പ്രയോജനകരമാവുന്ന ഒരു കാര്യം കൂടിയാണ് ഷമി. തീർച്ചയായും കമലേഷ്, ഈ വിഷയം ഇത് നമ്മുടെ പൊതുസമൂഹത്തിലേക്ക് വളരെ കൃത്യമായി എത്തിക്കേണ്ടതാണ്. പക്ഷേ നമ്മുടെ പല മാധ്യമങ്ങളും ഇക്കാര്യങ്ങളൊക്കെ ഒളിപ്പിച്ചു വെക്കും. കാരണം നാളെ ഈ പറയുന്നത് പോലെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനമില്ല എന്ന് പറഞ്ഞൊരു സമരം പ്ലാൻ ചെയ്യണമെങ്കിൽ ഈ വാർത്ത കൊടുത്താൽ പറ്റില്ലല്ലോ കമലേഷ്. പക്ഷേ നമ്മൾക്ക് ഈ വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഈ നാട്ടിൽ കഴിഞ്ഞ ഇത്ര നാളുകൊണ്ട് ഇത്ര പേർക്ക് അപ്പോയിൻമെൻറ്റ് നൽകി എന്നുള്ളത് രേഖയാണ്. അതാർക്കും മായിച്ചു കളയാൻ പറ്റില്ല, അതാർക്കും നിഷേധിക്കാൻ കഴിയില്ല. അതുമാത്രവുമല്ല, അവസാന നിമിഷം വരെ എത്രമാത്രം ആൾക്കാർക്ക് ഈ ജോലി നൽകാൻ പറ്റും, അത് അതിൻ്റെ അകത്ത് കാണേണ്ട ഒരു ആത്മാർത്ഥതയുടെ ഒരു വലിയ തലമുണ്ട് കമലേഷ്. തീർച്ചയായും ഷമ്മി, അത് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. സാധാരണ നിലയിൽ ഉദ്യോഗസ്ഥർക്ക് അവരുടെ ഡ്യൂട്ടി ടൈം അനുസരിച്ച് ജോലി ചെയ്താൽ മതി, വൈകിട്ട് 5 മണിയോടുകൂടി അവർക്ക് ഓഫീസ് അടച്ച് വീട്ടിലേക്ക് പോകാവുന്നതാണ്. പക്ഷെ ആ നിലയിലല്ല. ഒരു 2 മണിക്കൂർ കൂടി ഓഫീസിൽ അധിക നേരം ഇരുന്നാൽ, ഈ അവസാന ദിവസം 2 മണിക്കൂർ കൂടി അധിക നേരം ഇരുന്നാൽ ഒരു 10 ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കുമെങ്കിൽ ആ നിലയിൽ ഒരു ഇടപെടൽ ഉണ്ടാകണം എന്ന് മന്ത്രിമാർ നേരിട്ട് നിർദ്ദേശിക്കുകയായിരുന്നു ഈ ഉദ്യോഗസ്ഥരോട്.
ആ നിലയിൽ തദ്ദേശ വകുപ്പിലടക്കം മറ്റ് വിവിധ വകുപ്പുകളിൽ ഉൾപ്പെടെ ഈ നിലയിലുള്ള ഒരു ഇടപെടൽ മന്ത്രിമാർ നടത്തിയത് ഏറ്റവും ശ്ലാഘനീയമായ ഒരു ഇടപെടൽ തന്നെയാണ്. അത് ഒരിക്കലും പറയാതെ പോകാൻ കഴിയില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ആ നിലയിൽ ഏതാണ്ട് 2 മണിക്കൂർ അല്ല. തീർച്ചയായും കമലേഷ്, PSCയുടെ ചരിത്രത്തിലെ റെക്കോർഡ് നിയമനവുമായി പിണറായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. കഴിയുന്ന അത്ര ആൾക്കാർക്ക് ലാസ്റ്റ് ഗ്രേഡ് സെർവൻ പട്ടികയിൽ നിന്ന് നിയമനം നൽകി. ഏതാണ്ട് 9,000-ലധികം പേർക്ക് നിയമനം നൽകി എന്നുള്ള വിവരമാണ് കമലേഷ് റിപ്പോർട്ട് ചെയ്യുന്നത്.